ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ലോകം മുഴുവൻ മയക്കുമരുന്ന് വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് നാം കാണുന്ന എല്ലാ വിപത്തുകൾക്കും ഉപരിയായിട്ടുള്ള ഒരു ഭീകരമായ വിപത്താണ് മയക്കുമരുന്നിനെ സംബന്ധിച്ച കാര്യങ്ങൾ എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷേ അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ നമ്മുടെ ജീവിതത്തെ മാത്രമല്ല അടുത്ത തലമുറയും അതിനടുത്ത തലമുറയും അത് ഏതൊക്കെ രൂപത്തിലാണ് അത് കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് എത്ര പേര് ബോധവാന്മാരാണ് എന്ന് സംശയമുണ്ട്. നമ്മുടെ തലമുറ ഇന്ന് ഏതെല്ലാം വിധത്തിൽ നമ്മൾ കുട്ടികളെ രാവിലെ കോളേജിലെയും സ്കൂളിലേക്ക് വിടുമ്പോൾ അവർ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നെങ്കിലും ആലോചിക്കാനോ ചിന്തിക്കാനോ ഉള്ള ഒരു സമയവും സന്ദർഭവും നമ്മുടെ രക്ഷകർത്താക്കൾ കാണിക്കുന്നില്ല എന്നുള്ളൊരു സത്യം. എനിക്ക് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നതായിരിക്കും കുറച്ച് കൂടുതൽ നല്ലത്. ഒരു അധ്യാപിക എന്ന് പറഞ്ഞാൽ ശമ്പളത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു അധ്യാപിക ആയിരുന്നില്ല. നമ്മുടെ എറണാകുളത്ത് തന്നെയുള്ള ഒരു അധ്യാപിക അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി യൂണിഫോം കൂടാതെ ടീഷർട്ടൊക്കെ ആ കുട്ടി കൊണ്ടുവരും. അത് എങ്ങനെയോ എന്തോ കാരണത്തിൽ പുറത്തു പോയി ടീഷർട്ട് അണിഞ്ഞിട്ട് പോയി പല കാര്യങ്ങളും നടന്നു. ഈ അധ്യാപിക ഈ വിദ്യാർത്ഥിനിയുടെ അച്ഛൻ ഒരു ഡോക്ടറാണ്, അമ്മ ഒരു പ്രൊഫസറാണ്. അപ്പോൾ ഈ അധ്യാപിക വിചാരിച്ചു, അമ്മ അധ്യാപികയും കൂടെ ആണല്ലോ, അവരെ വിളിച്ച് പറയാം എന്ന് പറഞ്ഞിട്ട് ഈ അധ്യാപിക പ്രൊഫസറായ അമ്മയെ വിളിച്ചപ്പോൾ അമ്മയുടെ ആ പ്രൊഫസറുടെ മറുപടി, ആഫ്റ്റർ ഓൾ ഹു ആർ യു? യു ആർ ജസ്റ്റ് എ ടീച്ചർ ഓഫ് മൈ ഡോട്ടർ. യു ഷുഡ് നോട്ട് ഇന്റർഫിയർ ഇൻ മൈ അതർ ആക്ടിവിറ്റീസ് ആൻഡ് അതർ തിങ്സ്. യു ഗോ ടു ഹെൽ. ഇതാണ് ആ പ്രൊഫസറായ അമ്മയുടെ മറുപടി. പിന്നീട് എന്ത് നടന്നുള്ളതിനെക്കുറിച്ച് വേദനാജനകമായ കാര്യങ്ങളായതുകൊണ്ട് ഞാനിവിടെ അതിനെക്കുറിച്ച് പറയുന്നില്ല. ചില രക്ഷകർത്താക്കളുടെ പ്രതികരണം ഈ തരത്തിലാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ കാര്യങ്ങൾ, ഇന്ന് നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഇന്നോ ഇന്നലെയോ ചില കച്ചവടക്കാർ തുടങ്ങി വെച്ചതല്ല എന്നുള്ള സത്യം ആരും പറയുന്നില്ല. പക്ഷേ എല്ലാവരുടെയും മനസ്സിലുണ്ട്, എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് പല വിധത്തിലും. ഈ കഴിഞ്ഞ ഒരു 7-8 വർഷങ്ങളായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ ശ്രദ്ധയോടുകൂടെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള രൂപത്തിൽ അതിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് പറയാം. അതിൻ്റെ റെക്കോർഡ്സ് എൻ്റെ കയ്യിലുണ്ട്. 2017 പഞ്ചാബിൽ വെച്ച് അറസ്റ്റ് ചെയ്ത ഒരു പാകിസ്ഥാനി ഇതേപോലുള്ള സ്മഗ്ലറെ അറസ്റ്റ് ചെയ്ത് പോലീസും മറ്റ് അധികാരികളും ചോദ്യം ചെയ്ത സമയത്ത് അയാൾ പറഞ്ഞ മറുപടി വളരെ കൂടുതൽ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് മലയാളത്തിലെ പത്രങ്ങളൊന്നും തന്നെ എഴുതിയിരുന്നില്ല. കാരണം അവർക്ക് സത്യസന്ധമായ വാർത്ത കൊടുക്കൽ മാത്രമല്ല പരിപാടി, അതിന് പിന്നിലുള്ള, ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല. ആ കള്ളക്കടത്തുകാരൻ എന്ന അറസ്റ്റ് ചെയ്ത അയാൾ പറഞ്ഞത്, ഞാൻ വെറും ഒരു കള്ളക്കടത്തുകാരനോ ഈ മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് വന്ന ആളോ അല്ല, ഇത് എൻ്റെ ചുമതലയാണ്, എൻ്റെ ഡ്യൂട്ടിയാണ്, എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ചെയ്യുകയാണ് എന്നാണ് അയാൾ പറഞ്ഞത്. അതിൽ ട്രിബ്യൂൺ 2017 ഒക്ടോബർ 16 തീയതിയിലെ ട്രിബ്യൂൺ പത്രം കൊടുത്തിട്ടുള്ള ഹെഡിങ്ങിൽ നർക്കോട്ടിക് ജിഹാദി പിടിയിലായി എന്നുള്ള അർത്ഥത്തിലാണ്. അതിൻ്റെ അടുത്ത ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് ഇതിനേക്കാൾ കൂടുതൽ വിശദമായ, അതിൻ്റെ പേപ്പർ കട്ടിങ്സ് എൻ്റെ കയ്യിലുണ്ട്, കൂടുതൽ വിശദമായ വിവരങ്ങളാണ് കൊടുത്തത്. പക്ഷെ അത്രയും ഭീകരമായ കാര്യങ്ങൾ ഇതൊരു കച്ചവടമായിട്ട് മാത്രം കണ്ടുകൊണ്ട് അത്ര ലഘുവൽക്കരിക്കരുത്. പക്ഷേ രാജ്യത്തെ തന്നെ, സമൂഹത്തിൽ കൂടെ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ, അസ്ഥിരപ്പെടുത്താൻ, ശക്തി കുറയ്ക്കാൻ ഉള്ള തീവ്രമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് കൊണ്ട് തന്നെയാണ്
HRDS ഇന്ത്യ സമൂഹത്തിൽ എവിടെയൊക്കെയാണോ അപജയം സംഭവിക്കുന്നത്, എവിടെയൊക്കെയാണോ ആവശ്യക്കാരുള്ളത്, അതിനാൽ ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മുൻപന്തിയിൽ നിൽക്കുന്നത്, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ട്, അശരണർക്കൊരു ശരണമായിട്ട് പ്രവർത്തിക്കുന്ന HRDS ഇന്ത്യ കഴിഞ്ഞ 29 വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു പുതിയ മേഖലയിലും കൂടെ നമ്മുടെ പ്രവർത്തന വ്യാപിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം ഇന്നു മുതൽ തുടങ്ങും. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക. സർക്കാരിൻ്റേതായിട്ടുള്ള എതിർപ്പുകൾ പല രൂപത്തിലുണ്ടായിട്ട്, കാരണം അട്ടപ്പാടിയിൽ ഷോളയാർ പഞ്ചായത്തിൽ വീട് വെച്ച് കൊടുത്തപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് നേരിട്ട് ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. അവിടെ വെച്ച് കൊടുത്ത കുറച്ച് വീടുകൾക്ക് നമ്പരിട്ടാലേ ഇലക്ട്രിസിറ്റി കിട്ടുള്ളൂ, നമ്പരിന് വേണ്ടി ചെന്ന് പല കാര്യങ്ങളും പറഞ്ഞ് എൻ്റെ അവസാനത്തെ 1-2 വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അവർക്ക് വീടിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർക്ക് മരത്തിൻ്റെ ചുവട്ടിൽ കഴിയാൻ സാധിക്കും, അവർക്ക് ഈ പ്ലാസ്റ്റിക് ഇതൊക്കെ വലിച്ചു കെട്ടി സാധിക്കും, അവർക്ക് നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ഒന്നും ആവശ്യമില്ല, അവരങ്ങനെ കഴിഞ്ഞോളും, നിങ്ങൾ വീടൊന്നും വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അത്ര നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഒരു വീടിന് 10,000 രൂപ വെച്ചിട്ട് ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ എഴുതി തരാം. ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞാണ്. അന്നൊരു ചർച്ചയിൽ ഒരു TV ചർച്ചയിൽ വെച്ചിട്ട് ഇത് പറഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടായി. ഇത് നോക്കാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ധാർമ്മിക മൂല്യം വെച്ച് പുലർത്തുന്ന പലരെയും സമീപിച്ചിട്ട് ഈ തരത്തിൽ മനുഷ്യജീവികൾ ജീവിക്കുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുമ്പോൾ, അവരുടെ സഹായം ഈ രൂപത്തിലേക്ക് നീങ്ങുമ്പോൾ അതനുസരിച്ച് ചെയ്താണ് ഈ രൂപത്തിലുള്ള പരിപാടികൾ നടത്തുന്നത്. ഏകദേശം 300ഓളം വീടുകൾ അട്ടപ്പാടിയിൽ വെച്ച് കൊടുത്തു. ഇപ്പോൾ ഒറീസയിൽ ഒരു 300 വീടിൻ്റെ പണി അവസാന ഘട്ടത്തിലേക്കാണ്. മണിപ്പൂരിൽ അന്ന് തീ വെച്ച് നശിപ്പിച്ച വീടുകൾ അത് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഭാരതത്തിൻ്റെ പല ഭാഗത്തും ഈ ആദിവാസികളെ, അശരണരായിട്ടുള്ള നമ്മുടെ ട്രൈബൽസിനെ അവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് കഴിഞ്ഞ 29 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും മാരകമായ ഒരു വിഷം ഈ ഡ്രഗ് ആണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്, ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം തന്നെയാണ് ഈ അഡ്മിൻ കുറേ സാമൂഹ്യ ബോധമുള്ള, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള, സമൂഹത്തെ വളർത്തണം, ഉയർത്തണം, നല്ലൊരു തലമുറയായിട്ട് മാറ്റിയെടുക്കണം എന്ന് സ്വയം ബോധ്യപ്പെട്ട് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും വേണ്ടി തയ്യാറായിട്ട് മുന്നോട്ട് വന്ന ഇവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാരെയും അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും അവരെ വഴികാട്ടികളായിട്ട് നിൽക്കുന്ന മറ്റു മഹത് വ്യക്തികളും ഇതിൻ്റെ മുന്നിലുണ്ട്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും HRDS ഇന്ത്യയുടെ പ്രവർത്തകരുടെ എല്ലാ പിന്തുണയും അവരുടെ അതിനോടുള്ള പങ്കാളിത്തവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.